الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്ന് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലിംനി വഔജിസ്, എനിക്ക് താങ്കൾ ഉപദേശം തരണം, എന്നെ പഠിപ്പിക്കണം, പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ എനിക്ക് അറിയിച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഇദാ കുൻതും ഫി സ്വലാത്തിക ഫസ്സല്ലി സ്വലാത്തൽ മുവദ്ദിഇ, നീ വിടവാങ്ങുന്നത് പോലെ നിസ്കരിക്കണം. അഥവാ എൻ്റെ അവസാനത്തെ അസ്റാണിത്, എൻ്റെ അവസാനത്തെ ജുമാഅയാണിത്, എൻ്റെ അവസാനത്തെ ളുഹറാണിത് എന്ന് വിചാരിച്ച് നീ നമസ്കരിക്കണം. വലാ തകല്ലം ബികലാമിൻ തഅദീറു മിൻഹു, നീ വാക്കുകൾ സൂക്ഷിക്കണം. പറയുന്ന വാക്കുകളുടെ കാര്യത്തിൽ നിനക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് നീ ചിന്തിക്കണം. വാജമഉൽ യബ്സ അമ്മാ ഫീ ഐദിൻ നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളതിനെപ്പറ്റി നീ പ്രതീക്ഷ വെക്കരുത്. അഥവാ അവരുടെ അടുത്ത് കൂടുതലുണ്ട് എന്നുള്ള നിരാശനായി ജീവിക്കരുത്. ഈ 3 ഉപദേശങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് നൽകിയത്. ഇദാ കുൻതും ഫി സ്വലാത്തിക ഫസല്ലി സ്വലാത്തൽ മുവദ്ദിഇ, നീ വിടവാങ്ങുന്നവനെ പോലെ നമസ്കരിക്കണം. ഓരോ നമസ്കാരവും അടുത്ത നമസ്കാരത്തിനിടയിൽ മരിച്ചു പോകുമോ, അടുത്ത നമസ്കാരം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ നമസ്കാരം വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഈ നമസ്കാരത്തിൻ്റെ അവിടുന്നാണല്ലോ തുടങ്ങുക, അതുകൊണ്ട് ഈ നമസ്കാരം നന്നാക്കണം എന്നാലോചിക്കണം. പലപ്പോഴും നമ്മുടെ ആശങ്കയാണ് നമസ്കാരത്തിൽ ഭക്തി ലഭിക്കുന്നില്ല എന്നത്. പരസ്പരം നമ്മൾ പങ്കുവെക്കാറുണ്ട്, എന്താണ് നമസ്കരിച്ചു വന്നേയുള്ളൂ, പൂർണ്ണമായി അതിലൊരു ഭക്തി കിട്ടുന്നില്ല എന്ന് സ്വകാര്യമായെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാറുണ്ട്. ചിലപ്പോൾ നിസ്കാരം
എവിടെ എത്തിയെന്നുവരെ സംശയമുണ്ടാകും. അതേപോലെ ജമാഅത്തിൽ വന്നു ചേർന്നാൽ ഏതു റക്അത്തിലാണ് ഞാൻ വന്നു ചേർന്നത് എന്ന് വീണ്ടും വീണ്ടും ആലോചിക്കേണ്ട ഒരവസ്ഥ, അശ്രദ്ധ വന്നു ചേരുന്നു. ഇമാമിൻ്റെ കൂടെ തുടങ്ങി സലാം വീട്ടുമ്പോൾ നിസ്കാരം കഴിഞ്ഞു എന്നറിയുന്നത് സലാമിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴായി മാറാറുണ്ട്. ഇതിനുള്ള പരിഹാരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇദാ കുൻതും ഫി സ്വലാത്തിക്, നീ നിന്റെ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഫസല്ലി, നീ നമസ്കരിക്കണം. സ്വലാത്ത മുവദ്ദിഇൻ, നമസ്കരിക്കേണ്ടത് വിടവാങ്ങുന്നവൻ്റെ നമസ്കാരത്തെ പോലെ ആയിരിക്കണം. അടുത്ത വക്തിന് ഒരു പക്ഷേ വീട്ടിൽ എൻ്റെ ജനാസയായിരിക്കും എന്ന ചിന്ത ചിന്തിക്കുന്നവന് ഭക്തി കിട്ടാതിരിക്കുകയില്ലല്ലോ. ഇങ്ങനെ നമസ്കരിക്കാൻ എങ്ങനെ സാധിക്കും? മടിയന്മാരുടെ നമസ്കാരത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അത്തരം നമസ്കാരക്കാരിൽ നമ്മൾ ഉൾപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. മുനാഫിക്കിൻ്റെ ലക്ഷണമാണ് നമസ്കാരത്തെ തെറ്റിക്കുക, അതിൽ അശ്രദ്ധ കാണിക്കുക എന്നത്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന الناس ولا يذكرون الله إلا قليلا. തീർച്ചയായും കപട വിശ്വാസികൾ അള്ളാഹുവെ വഞ്ചിക്കാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. അവർ നിസ്കാരത്തിന് നിന്നാൽ ഉദാസീനരായിക്കൊണ്ടും ആളുകളെ കാണിക്കാൻ വേണ്ടിയുമാണ് നിൽക്കുന്നത്. കുറച്ചു മാത്രമേ അവർ അള്ളാഹുവെ ഓർമ്മിക്കുന്നുള്ളൂ. അവരുടെ നമസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ്? ഇദാ ഖാമൂ ഇല സ്വലാ, അവർ നമസ്കാരത്തിന് നിന്നാൽ ഖാമൂ കുസാല, അവർ നമസ്കാരത്തിൽ ഉദാസീനനായി നിൽക്കും, അഥവാ മടിയോടുകൂടി നിൽക്കും, കസിലോടുകൂടി നിൽക്കും. അവരെന്തിനാണ് നമസ്കരിക്കുന്നത്? യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നു. നമുക്കത് തോന്നിയില്ലെങ്കിലും നമ്മൾ നമസ്കരിക്കുന്നതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തിനാണ് ഞാൻ നമസ്കരിക്കുന്നത് എന്ന്. 1000 വട്ടം നമ്മോട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചെറിയ റിയാഉകളൊക്കെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വന്നു ചേരുന്നുണ്ടോ എന്ന് ആലോചിക്കണം, ചിന്തിക്കണം. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അങ്ങനെ നമസ്കരിക്കുന്നവൻ്റെ പ്രത്യേകത എന്താണ്? ഉദാസീനമായി ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവൻ്റെ നമസ്കാരത്തിൽ വളരെ കുറച്ചേ അവൻ അല്ലാഹു സുബ്ഹാനഹു തആലയെ ഓർക്കുകയുള്ളൂ. നമ്മുടെ നമസ്കാരത്തിൽ കുറച്ചു മാത്രം അല്ലാഹു തആലയെ ഓർക്കുന്നുണ്ടെങ്കിൽ ആ നമസ്കാരം എന്തിനാണെന്ന് ആലോചിക്കണം, ചിന്തിക്കണം. ആ നമസ്കാരത്തിൽ എന്തുകൊണ്ട് ഉദാസീനനായി നിൽക്കുന്നുവെന്ന് ചിന്തിക്കുകയും അത് തിരുത്തുകയും വേണം. മനസ്സും ശരീരവും ഏകീകരിച്ച് നമസ്കരിക്കണം. അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, قال رسول الله صلى الله عليه وسلم لا يزال الله عز وجل مقبلا عن العبد في صلاته وما لم يلتفت فإذا صرف وجهه انصرف عنه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു തൻ്റെ അടിമയുടെ നേരെ അയാളുടെ നമസ്കാരത്തിൻ്റെ സമയത്ത് മുന്നിട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. അല്ലാഹു തആല അടിമ നമസ്കരിക്കുന്നത് നോക്കിക്കൊണ്ടേയിരിക്കും. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അല്ലാഹു തആല അയാളെ ശ്രദ്ധിക്കും. എന്നാൽ അയാൾ തൻ്റെ മുഖം തിരിച്ചു കളഞ്ഞാലോ അല്ലാഹുവും അയാളിൽ നിന്ന് മുഖം തിരിച്ചു കളയും. അയാളിൽ നിന്ന് അല്ലാഹു മുഖം തിരിച്ച് കളയും. നമസ്കരിക്കുമ്പോൾ ഈ സൈഡിലൂടെ ഒരാൾ പോയി, അല്ലെങ്കിൽ എന്നും ജമാഅത്ത് വരുന്ന ഒരാൾ ഇന്ന് ഇന്നയാൾ വന്നിട്ടുണ്ടോ എന്ന് സംശയം വന്നു. അപ്പൊന്ന് ഇടക്കണ്ണിട്ട് നോക്കി, എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ ഇമാമിൻ്റെ നേരെ നോക്കി. സുജൂദിന്റെ ഭാഗത്തേക്ക് ഒരാൾ നോക്കുമ്പോൾ അല്ലാഹു തആല അവനെ നോക്കിക്കൊണ്ടിരിക്കും. അവൻ മുഖം തിരിച്ചു കളഞ്ഞാലോ അല്ലാഹും അവനിൽ നിന്നും മുഖം തിരിക്കും. അപ്പോൾ ശരീരവും മനസ്സും ഏകീകരിച്ച് നമസ്കരിക്കുക എന്നത് ഭക്തി കിട്ടാൻ വേണ്ടിയുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഭക്തി കിട്ടാൻ വേണ്ടി ധാരാളം പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക, ഇബാദത്ത് നന്നാക്കാനും അല്ലാഹുവേ നിനക്ക് നന്ദി ചെയ്യാനും നിന്നെ ദിക്ർ ചെയ്യാനും എന്നെ സഹായിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാര ശേഷം 3 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണ്. 4 കാര്യങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആലയോട് കാവൽ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ
ഖുശൂ ഇല്ലാത്ത ഹൃദയത്തിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുന്നു. വമിൻ ദുആഇൻ ലാ യുസ്മഅ, കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ നഫ്സിൻ ലാ തസ്ബഅ, ആവശ്യങ്ങൾ മതിവരാത്ത ആത്മാവിൽ നിന്നും അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇങ്ങനെ 4 കാര്യങ്ങളിൽ നിന്നും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരണം തേടിയിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുക ഖുശൂ ആയിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അവ്വല ശൈഇൻ യർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ അൽ ഖുശൂ ഹത്താ ലാ തറൈ ഫീഹാ ഖാശിയൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആദ്യമായി ഈ ഉമ്മത്തിൽ നിന്ന് എടുത്തു കളയുക ഖുശൂ ആയിരിക്കും. ഖുശൂവോടുകൂടി നമസ്കരിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയും ഖുശൂ ഇല്ലാതെ ക്വാളിറ്റി ഇല്ലാതെ ഭയഭക്തി ഇല്ലാതെ നമസ്കരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയും ചെയ്യും. എന്നിട്ട് ഒരു ഖുശൂ ഉള്ള ഒരാളെപ്പോലും കാണാത്ത ഒരവസ്ഥയിലേക്ക് ഉമ്മത്തി എത്തുമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവ്വലമാ തഫ്ഖിദൂന മിൻ ദീനികും അൽ ഖുശൂ, നിങ്ങളിൽ നിന്നും ദീനിൽ ആദ്യം കൊഴിഞ്ഞു പോവുക ഖുശൂ ആണ്. ആദ്യം കൊഴിഞ്ഞു പോവുക ഖുശൂ ആണ്. പിന്നെ ജീവനില്ലാത്ത നമസ്കാരങ്ങളായിരിക്കും. വാഖിറു മാ തഫ്ഖിദൂന മിൻ ദീനികും അസ്സലാം, നിങ്ങളുടെ ദീനിൽ നിന്നും അവസാനം കൊഴിഞ്ഞു പോകുന്നത് നമസ്കാരമായിരിക്കും. നമസ്കരിക്കാത്ത ആളുകൾ ഉണ്ടായിത്തീരുമ്പോൾ ഈ ലോകം അവസാനിക്കാറായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഖുശൂ വളരെ പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ സഹാബിക്ക് പറഞ്ഞു കൊടുത്തത് വിടവാങ്ങൽ നമസ്കാരമാണെന്ന് വിചാരിക്കണം. ഇത് എൻ്റെ റബ്ബിനോടുള്ള അവസാനത്തെ സംസാരമാണ്. ഇതെൻ്റെ പാപങ്ങൾ പൊറുക്കാനും റബ്ബിനോട് ഞാൻ ചെയ്യേണ്ട കടമയിൽ സൽക്കർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എൻ്റെ ആയുസ്സിൽ അവസാനത്തേതാണ് എന്ന് വിചാരിച്ച് നമസ്കരിച്ചാൽ ഭയഭക്തി ലഭിക്കും. രണ്ടാമത്തെ ഉപദേശം എന്താണ്? ലതകല്ലമു ബികലാമിൻ തഅ്ദിറു മിൻഹു ഗദൻ, നല്ല വാക്കുകൾ പറയണം. നമ്മൾ പറഞ്ഞ ഒരു വാക്കുകൊണ്ട് അത് പിന്നെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ തീർക്കേണ്ട ഒരു പ്രശ്നമായി അത് മാറാൻ പാടില്ല. നല്ല വാക്ക് പറയണം എന്നത് ഖുർആനിന്റെ കൽപ്പനയാണ്. പലപ്പോഴും ഖുതുബയിലൂടെ നാം കേൾക്കുന്ന ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ശരിയായ വാക്ക് പറയുകയും വേണം. വഖൂലൂ ഖൗലൻ സദീദാ, ചൊവ്വായ നേരായ ശരിയായ വാക്ക് പറയണം. എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നന്നാക്കി തരും. ശരിയായ വാക്ക് പറയാത്തവന്റെ സൽക്കർമ്മങ്ങൾ നന്നാവുകയില്ല. അവൻ നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ആർ അനുസരിക്കുന്നുവോ അവൻ മഹത്തായ വിജയം നേടിയിരിക്കുന്നു. വിജയത്തിലേക്കുള്ള പടി എന്താണ്? ഒന്ന്, നല്ല വാക്ക് പറയുക. കർമ്മങ്ങൾ അല്ലാഹു തആല നന്നാക്കി തരും. അവന്റെ പാപം അല്ലാഹു തആല പുറത്തു തരും. അവന് മഹാവിജയിയായി മാറുകയും ചെയ്യും. നമ്മുടെ സ്വഭാവത്തിന്റെ മുഖ്യം എന്താണ്? ഈ മുഖത്തുള്ള എക്സ്പ്രഷൻ അല്ല, നമ്മുടെ വാചക ഘടനയാണ്. നമ്മൾ പറയുന്ന വാക്കിന്റെ ഘടനയാണ് ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ പ്രതികരണം. അത് നല്ല വാക്കാണെങ്കിൽ സൽസ്വഭാവിയും ചീത്ത വാക്കാണെങ്കിൽ ദുസ്വഭാവിയുമായി മാറും. അതിലൂടെയാണ് ജനങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കേട്ടു മനസ്സിലാക്കിയല്ലാതെ എടുത്തു ചാടി ഒരിക്കലും സംസാരിക്കരുത്. ഒരു കാര്യം പൂർണ്ണമായി കേൾക്കുക, എന്നിട്ട് സംസാരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുക. ശേഷം സംസാരിക്കണമെങ്കിൽ എന്തു പറയണമെന്നാലോചിക്കുക, ചിന്തിക്കുക. അത് നമുക്കതുകൊണ്ട് കേടുവരാൻ പാടില്ല. കേൾക്കുന്ന ആൾക്കതുകൊണ്ട് വിഷമം വരാൻ പാടില്ല, ദുഃഖം വരാൻ പാടില്ല, പ്രയാസം വരാൻ പാടില്ല. നാവ് കൊണ്ട് ഉപദ്രവിച്ചാൽ നമ്മുടെ കർമ്മങ്ങളെ അയാൾക്ക് നൽകേണ്ടി വരും. നമ്മളാണ് തീരുമാനം പറയുന്നതെങ്കിൽ വളരെ നന്നായി ആലോചിക്കണം.
ഗൃഹനാഥന്മാരായാലും സ്ഥാപനത്തിൻ്റെ മേലധികാരികളാണെങ്കിലും ഒരു കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന ആളുകളാണെങ്കിലും എല്ലാ കാര്യത്തിലും തീരുമാനം പറയുമ്പോൾ നന്നായി ആലോചിക്കണം. നമ്മുടെ തെറ്റായ സംസാരം കാരണം ആളുകൾ അകന്നു പോകാനോ ബന്ധങ്ങൾ പിരിയാനോ ത്വലാഖുകൾ സംഭവിക്കാനോ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ പാടില്ല. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഒരാളെ വധിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ കാര്യമാണ് ഫിത്നയുണ്ടാക്കുക എന്നത്. ഫിത്ന ഒരാളെ വധിക്കുന്നതിനേക്കാൾ മോശമായ കാര്യമാണ്. നാവ് കൊണ്ടാണ് അധികവും ഫിത്നയുണ്ടാവുക. ഇന്ന് പരസ്പരം പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് അവിടെയും നാം ശ്രദ്ധിക്കണം. ഒരു കാര്യം ടെക്സ്റ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ ടെക്സ്റ്റ് അടിക്കുക. ആ വാചകം പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും, ആ ഭാഗം പിന്നെ നോക്കാൻ പറ്റും, അതിലേറ്റവും നല്ല ഭാഷ ഉപയോഗിക്കാൻ പറ്റും. വോയിസ് ഇടുമ്പോൾ, വോയിസ് ഇടേണ്ടെന്നല്ല പറഞ്ഞത്, വോയിസ് ഇടുമ്പോൾ നമ്മുടെ വികാരം, നമ്മുടെ വിചാരം, അതേപോലെ നമ്മൾ ആ സമയത്ത് പിശാച് സ്വാധീനിച്ചതിൻ്റെ ദുർബോധനം, ദുർചിന്ത എല്ലാം അതിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. നല്ല വാക്കു പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നത് ഒരു മുസ്ലിമിന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ ലൈക്കും ഷെയറും കമൻസും നിമിഷ നേരം കൊണ്ട് എത്രയോ ആളുകളിലേക്ക് എത്തുന്നു. ഒരു കാര്യം ഷെയർ ചെയ്യണമെങ്കിൽ ആ വസ്തുതയോട് നമ്മൾ 100% യോജിക്കണം. 1-2% അത് ഇസ്ലാമിന് അനുകൂലമാണോ പ്രതികൂലമാണോ? ഈ പറയുന്ന വ്യക്തി ഇസ്ലാമിനോട് അനുകൂലം നിൽക്കുന്ന ആളാണോ പ്രതികൂലം നിൽക്കുന്ന ആളാണോ? എല്ലാം ശ്രദ്ധിക്കണം. എന്നിട്ട് സൂക്ഷ്മതയോടുകൂടി അത് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ ദിഗ്വാരില്ലാഹി ലാ യുൽഖാ ലഹാ ബാലുൻ യർഫഉല്ലാഹു ബിക ദറജ وإن العبد ليتكلم بكلمة من سخط الله لا يلقى لها بال ويكوي بها في جهنم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമ ഗൗരവത്തിലല്ലാതെ പറഞ്ഞ അല്ലാഹുവിന് തൃപ്തിയുള്ള ഒരു വാക്കുമൂലം അവൻ്റെ പദവികൾ അവൻ ഉയർത്തും. അള്ളാഹു പദവികൾ ഉയർത്തും. നമ്മൾ ഗൗരവത്തിലല്ലാതെ പറഞ്ഞ വാക്കാണെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹു സഹായിക്കും, അള്ളാഹു അനുഗ്രഹിക്കും, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം എന്നൊക്കെ നമ്മൾ ഗൗരവത്തിലല്ലാതെ പറഞ്ഞാലും ആ കാര്യം പറയുന്നവൻ അത് ഏറ്റെടുത്താൽ അതിൻ്റെ എമ്പാടും പ്രതിഫലം കിട്ടി നമ്മളെ ഉയർത്തും. എന്നാൽ അപ്രകാരം അള്ളാഹുവിന് കോപമുള്ള ഒരു വാക്കു പറഞ്ഞവനെ അതുമൂലം അവൻ നരകത്തിൽ പതിപ്പിക്കുകയും ചെയ്തു. ഒരാളോട് തൻ്റെ സുഹൃത്ത് പറഞ്ഞു, നീ ഒരിക്കലും നന്നാവില്ല, നീ നരകക്കാരനായിരിക്കുമെന്ന് പറഞ്ഞു. സ്വർഗക്കാരനായി പോകേണ്ട ഈ പറഞ്ഞ വ്യക്തിയെ നരകത്തിലേക്കിടുകയും നീ നരകക്കാരനാണെന്ന് ആരോപിക്കപ്പെട്ട വ്യക്തിയെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്തിനെ? നരകത്തിലും സ്വർഗത്തിലുമാക്കുന്നത് നീയല്ല ഞാനാണെന്ന് തെളിയിക്കാൻ വേണ്ടി അല്ലാഹു തആല ചെയ്തതാണ്, നാളെ പരലോകത്ത് ചെയ്യുന്നതാണ്. സൂക്ഷിക്കണം. ആരെയും ആരോപിക്കരുത്, ആരെയും ചെറുതായി കാണരുത്, ദ്വിമുഖനായി സംസാരിക്കരുത്. ഒരാളോടൊരു സംസാരം പറയുക, മറ്റേയാളോട് അതിൻ്റെ ബാക്കി ഭാഗം നേരെ ഉൾട്ട പറയുക, രണ്ടുപേരോടും വൈരുദ്ധ്യം പറയുക, രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തുക. അങ്ങനെയൊന്നില്ല. ഒന്ന് ശരിയാണ്, ഒന്ന് തെറ്റാണ്, ഒന്ന് സത്യമാണ്, ഒന്ന് അസത്യമാണ്. രണ്ടാൾക്കും എതിരഭിപ്രായമുണ്ടെങ്കിൽ രണ്ടാളോടും അവർക്കുള്ള അഭിപ്രായങ്ങൾ പറയുക എന്നത് ദ്വിമുഖൻ അഥവാ രണ്ട് മുഖൻ രണ്ട് സ്ഥലത്ത് കാണിക്കുന്നവന്റെ സ്വഭാവമാണ്. രണ്ട് ഭാഗത്തും പോയി സംസാരിച്ച് രണ്ട് ഭാഗത്തും പരസ്പരം കുറ്റങ്ങൾ പറഞ്ഞ് അതിനിടയിൽ നല്ല വ്യക്തിത്വം ചമയുന്ന അവസ്ഥ വിശ്വാസിക്ക് യോജിച്ചതല്ല. ഇന്ന മിൻ ശർരിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ ദൽ വജ്ഹൈൻ, രണ്ട് ഭാഗത്ത് രണ്ട് മുഖം കാണിക്കുന്നവരാണ്. അല്ലദീ യഅതി ഹഉലായി ബിവജ്ഹിൻ, ഒരാളുടെ അടുത്ത് ഒരു മുഖം കാണിക്കും, വഹഉലായി ബിവജ്ഹിൻ, വേറെ ഒരാളുടെ അടുത്ത് മറ്റൊരു മുഖം കാണിക്കും. ഈ സ്വഭാവമുണ്ടോ? അവസാനിപ്പിക്കണം. രണ്ട് കൂട്ടുകാർ തെറ്റിയാൽ രണ്ട് ഭാഗത്തു നിന്ന് കുശുകുശു പറയുന്നത് അല്ലാഹു അവരെ ഈ ജനങ്ങളിലെ ഏറ്റവും മോശക്കാരായി കണ്ടിരിക്കുന്നു. ജനങ്ങളിലെ ഏറ്റവും മോശക്കാരായ പതിരായ ആളുകളെ കൊണ്ടുപോയി ഇടുന്ന സ്ഥലമാണ് നരകം.
അവർക്കതാണ് ലഭിക്കുകയെന്ന് സൂചിപ്പിക്കുകയാണ്. നമീമത്തുമായി നടക്കുന്നവർ ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ഏഷണിക്കാരൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്തിനാണ് ഏഷണി പറയുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? പരലോകത്തിലേക്ക് ഗുണം കിട്ടുമോ? ഇഹലോകത്തിലേക്ക് ഗുണം കിട്ടുമോ? വ്യക്തി ബന്ധങ്ങൾ കൂടിച്ചേരുമോ? അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ റേഞ്ച് കൂടുമോ? ഏഷണി പറയുമ്പോൾ, പരദൂഷണം പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് എന്താ? നമ്മൾ ഒരാളെക്കുറിച്ച് വേറെ ഒരാളോട് കുറ്റം പറയുമ്പോൾ, ഏഷണി പറയുമ്പോൾ കേൾക്കുന്നവൻ നമ്മുടെ നിലവാരമളക്കും. അതൊരിക്കലും ഇബ്ലീസ് ചിന്തിപ്പിക്കില്ല. നമ്മളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനുശേഷം അയ്യോ ഞാൻ അയാളോട് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അയാൾ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുക എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ല. ആദ്യം തന്നെ ഏഷണി പറയുക എന്നത് ഒഴിവാക്കണം. അതൊരു അഡിക്ഷനാണ്. ആരെയെങ്കിലും പേര് കേട്ടാൽ അയാളെ 4 കുറ്റം പറയുക, അടുത്ത ആളുടെ പേര് കേട്ടാൽ അയാളെ 4 കുറ്റം പറയുക. അതൊരിക്കലും ചായമക്കാരയിലാണെങ്കിലും, പള്ളിയിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും, സിറ്റ് ഔട്ടിലാണെങ്കിലും, വാഹനത്തിലിരുന്ന് സുദീർഘമായി യാത്ര ചെയ്യുകയാണെങ്കിലും ഏഷണി ഹലാലല്ല, ഏഷണി നാവിന് ഹറാമാണെന്ന് തിരിച്ചറിയണം. ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്നു, ഫയജിബു അലൽ ഇൻസാനി അൻ യംസകൽ ലിസാൻ ലിഅന്ന സിലതഹു അലീമ. നാവിനെ പിടിച്ചു വെക്കൽ ഓരോ മനുഷ്യനും വാജിബായ കാര്യമാണ്. നാവിനെ പിടിച്ചു വെക്കുക എന്നത് നിർബന്ധമാണ്. കാരണം അതിൻ്റെ നാവിൻ്റെ വീഴ്ച ഭയങ്കരമാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ പെട്ടുപോകും. ഇമാം ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുന്നു, ഇന്നൽ അബ്ദ ലയഅതി യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലിൽ ജിബാൽ ഫയജിദു ലിസാനഹു ഖദ് ഹദമഹാ അലൈഹി കുല്ലഹ. ഒരടിമ ഖിയാമത്ത് നാളിൽ പർവ്വത സമാനമായ നന്മകളുമായി അവിടെ വരും. അപ്പോൾ തൻ്റെ നാവ് ആ നന്മകളെ മുഴുവൻ പൊളിച്ചു കളഞ്ഞതായി കണ്ടെത്തും. നാവ് കൊണ്ട് പറഞ്ഞത് നന്മ പൊളിച്ചു കളയുകയാണ്. നമുക്കാവശ്യമുള്ള ഒരു തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മതിലുണ്ട്. ആ മതിലിൻ്റെ ഓരോ കല്ലും ഓരോ ദിവസം എടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കൂമ്പാരമുള്ള നാണയത്തിൻ്റെ മലയുണ്ട്. ഓരോ ദിവസവും അതിൽ നിന്ന് വാരിയെടുത്ത് പുഴയിലെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതേപോലെ നമ്മൾ നന്മകളെ മുഴുവൻ പറിച്ചെടുത്ത് നശിപ്പിച്ച് നാവ് കൊണ്ട് നശിപ്പിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഏഷണി, പരദൂഷണം, അഹങ്കാരം, അസൂയ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംസാരങ്ങളും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ മാ അലാ വജ്ഹിൽ അർദി ശൈഉൻ അഹ്വജു ഇലാ തൂലി സിജ്നി മിനൽ ലിസാൻ. നാവിനേക്കാൾ കൂടുതൽ ബന്ധനാവശ്യമുള്ള മറ്റൊന്നും തന്നെ ഈ ഭൂലോകത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 ചുണ്ട്, മോണ, പല്ല്, ഇതിൻ്റെ ഉള്ളിലെന്തിന് നാവിനെ സ്ഥാപിച്ചു? അതാവശ്യമുണ്ടാകുമ്പോൾ മാത്രം എടുക്കാൻ. എന്തിന്? 2 ദ്വാരം തന്ന് ചെവി തന്നു. 2 ചെവി എന്തിന്? കൂടുതൽ കേൾക്കാൻ. കേട്ടാൽ ആളുകൾക്ക് ആശ്വാസമുണ്ടാകും. കുറച്ചു മാത്രം പറയാനാണ് നാവിനെ ഉള്ളിൽ സ്ഥാപിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ തടവ് പുള്ളിയാക്കേണ്ടത് നാവിനെയാണെന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നാവിനെ സൂക്ഷിച്ചവൻ നാളെ പരലോകത്ത് വിജയിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 താടിയെല്ലുകൾക്കിടയിലുള്ളതും 2 തുടയിലുകൾക്കിടയിലുള്ള മുഖ്യാവയവത്തെയും സൂക്ഷിക്കുന്നവന് ഞാൻ സ്വർഗം നൽകാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു, അവന് സ്വർഗം ലഭിക്കുമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമസ്കാരത്തെ നന്നാക്കുക, സംസാരത്തെ നന്നാക്കുക, അത് രണ്ടും നന്നാക്കിയാൽ ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഏറ്റവും നല്ല വിജയികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത് ഉപദേശിച്ചത് അജ്മഉൽ യഅ്സ മിമ്മാ ഫീ ഐദിൻ നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക.
ഉള്ളതുകൊണ്ട് ധന്യമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു കല്യാണം പറയുമ്പോൾ രണ്ട് വിധത്തിലുള്ള ആളുകളുണ്ടാകും. എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് വിചാരിച്ച് കല്യാണം പറയുന്ന ആളുകൾ, ആരെന്ത് തന്നാലും ഞാൻ വാങ്ങിക്കില്ല, എൻ്റെ കുട്ടിയെ എൻ്റെ ചെലവ് കൊണ്ട് കെട്ടിക്കുന്നു വിചാരിക്കുന്ന ആളുകൾ, രോഗം വന്നാൽ മതി പിരിക്കാമല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകൾ, രോഗം വരാതിരിക്കണേ, വന്നാൽ തന്നെ എൻ്റെത് വിറ്റിട്ടായാലും വേറൊരാളുടെ മുന്നിൽ കൈ നീട്ടി ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ലെന്ന് പറയുന്ന ആളുകൾ, വീട് വെക്കുമ്പോൾ പലരും സഹായിക്കാനുണ്ടല്ലോ തുടങ്ങിക്കളയാമെന്ന് വിചാരിക്കുന്ന ആളുകൾ, ഒന്നുമില്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് എൻ്റെ വീടിനുണ്ടാകൂ എന്ന് വിചാരിക്കുന്നവൻ, ഈ രണ്ടാമത്തെ മാനസികാവസ്ഥയുള്ള ആൾ, അഥവാ കുട്ടിനെ കെട്ടിക്കാൻ, അതേപോലെ രോഗം ചികിത്സിക്കാൻ, വീടുണ്ടാക്കാൻ എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ സാധിക്കും, എനിക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നവനെ വളരെയധികം എളുപ്പത്തിൽ ഈ സംഗതികൾ നടപ്പിലാക്കാൻ സാധിക്കും. അവൻ തവക്കുൽ ചെയ്യുന്നത് അല്ലാഹുവിനെയാണ്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ തവക്കുൽ ചെയ്യുന്നത് ആമത്തുന്നാസിനെയാണ്, പൊതുജനങ്ങളെയാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെ നമുക്ക് തിരിച്ചറിയണം. ഇന്നമാ യക്ഫി അഹദുകും മാ കാന ഫിദ്ദുനിയ മസലു സാദിർ റാകിബ്. ഖബാബ് ബിൻ അർഖ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലോകത്ത് ഏതൊരാൾക്കും ഒരു യാത്രക്കാരന് വേണ്ട പ്രാധാന്യം മാത്രമായി. നമ്മൾ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. വലിയൊരു ബാഗ് കയ്യിലുണ്ട്. ആ ബാഗിൽ എന്തൊക്കെയാണോ വേണ്ടത് അതുമാത്രം മതി ദുനിയാവിൽ 60 കൊല്ലം ജീവിക്കാൻ. പിന്നെ നമ്മൾ അധ്വാനിക്കുന്ന ചെറിയ തുച്ഛമായ പണവും ഉണ്ടായാൽ അയാൾക്ക് സുഖമായി ജീവിക്കാൻ പറ്റും. ആരാ പറഞ്ഞത്? ഖബാബ് ബിൻ അർഖ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തസാലുൽ മസ്അലതു ബിഅഹദികും ഹത്താ യൽഖല്ലാഹു ലൈസ ഫീ വജ്ഹി മുസ്അത്തുൽ ലഹ്മിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ ജനങ്ങളോട് ചോദിക്കുന്നത് നിർത്തുന്നില്ലെങ്കിൽ അയാളുടെ മുഖത്ത് മാംസമില്ലാതെയാണ് അയാൾ പരലോകത്ത് എത്തിച്ചേരുക. എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായം കിട്ടിയാൽ വീണ്ടും 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 സഹായം പ്രതീക്ഷിക്കുകയും പണിക്ക് പോകാതിരിക്കുകയും എന്തെങ്കിലും ഒരു ദുർന്യായം പറഞ്ഞ് വീട്ടിലിരിക്കുകയും, ഇനി ഉമ്മയുടെ അടുത്തുനിന്നാണെങ്കിലും ഉപ്പയുടെ വരുമാനത്തിലാണെങ്കിലും സ്വന്തം വരുമാനത്തിലല്ല ഭാര്യയെയും മക്കളെയും പോറ്റുന്നതെങ്കിൽ ഒരു ബുദ്ധിമുട്ടും അയാൾക്കില്ലെങ്കിൽ അയാൾ യാചകനായി മാറുകയും അയാൾ മരിക്കുന്നതുവരെ യാചിക്കുന്നതിൽ നിന്ന് കഴിച്ചിലാവാതിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് ഒരു സ്വയം പര്യാപ്തത, അതാണ് ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റി. അതുണ്ടാവണം. ഒരു യാത്ര പോയാൽ ആ യാത്രയുടെ കൂടെ പോകുമ്പോൾ കയ്യിൽ നിന്ന് ചായക്കാശ് കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയും, വിചാരിച്ചാൽ കഴിയും. അങ്ങനെ ഒരു അഭിമാന ബോധമുണ്ടെങ്കിൽ എല്ലായിടത്തും അള്ളാഹു നമ്മളെ സമ്പന്നമാക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം ചോദിച്ച വ്യക്തിയോട് സഹല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, പ്രവാചകരെ, താങ്കൾ എനിക്കൊരു കർമ്മം അറിയിച്ചു തന്നാലും ഞാനത് പ്രവർത്തിച്ചാൽ അള്ളാഹുവും ജനങ്ങളും എന്നെ ഇഷ്ടപ്പെട്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഐഹിക ജീവിതത്തിൽ വിരക്തിയുള്ളവനായി തീരുക. ഐഹിക ജീവിതത്തിലെ വിഭവങ്ങളോട് കുറച്ചു മാത്രം താല്പര്യം വെച്ചു പുലർത്തുക. അപ്പോൾ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നതാണ്. നീ ജനങ്ങളുടെ പക്കലുള്ളത് നിന്ന് നീ വിരക്തനായിരിക്കുക. അഥവാ ജനങ്ങളിൽ നിന്നും അത് കിട്ടും ഇത് കിട്ടും എന്ന് പ്രതീക്ഷിക്കാതിരിക്കുക. അപ്പോൾ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടുന്നതാണ്. എപ്പോഴും ചായ കുടിച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് പണം കൊടുപ്പിക്കുന്ന ആളാണെങ്കിൽ ആ ആൾക്ക് ആ മക്കാനിയിൽ ഒരു വിലയും ഉണ്ടായിരിക്കുകയില്ല. ആ പണം കൊടുക്കുന്ന ആളുകളുടെ ഇടയിലും വിലയുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ചാൻസുകളൊക്കെ അതൊന്നും സ്വീകരിക്കാതെ സ്വയം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്വയം പര്യാപ്തത നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ അഭിമാനത്തെ സംരക്ഷിക്കാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ മൗതിഹി, മരണത്തിന്റെ സമയത്ത് എന്തൊക്കെയാണ് ഉപേക്ഷിച്ചു പോയത്, വിട്ടേച്ചു പോയത്? എന്തൊക്കെ? ദിർഹമം വല ദിനാരം വല അബ്ദം വല അമതം വല ശൈഅൻ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ കയ്യിൽ അങ്ങുന്നിന്റെ കയ്യിൽ ദിർഹം ഉണ്ടായിരുന്നില്ല, ദിനാർ ഉണ്ടായിരുന്നില്ല, ഒരു അടിമയുണ്ടായിരുന്നില്ല, ഒരടിമ സ്ത്രീ ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ബാക്കിയായിരുന്നത്? ഇല്ലാ ബഗ്ലതഹുൽ ബൈദാഉ വസിലാഹതു അർദുൻ ജഅലഹു സ്വതക്ക നൽകാനുള്ള ഒരു ഭൂമിയും ഒരു വെളുത്ത കോവർ കഴുതയും മാത്രമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ബാക്കിയുണ്ടായിരുന്നത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പാദ്യമായി ഉണ്ടായിരുന്നത്. ദുനിയാവിനെ വലുതായി കാണാതെ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമായി